കടത്തനാടിന്റെ പൗരാണിക പെരുമ വിളിച്ചോതുന്ന പുണ്യസങ്കേതമാണ് വടകരയിലെ ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം. ലോകനാർക്കാവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ വരുന്നത് വടക്കൻ പാട്ടുകളിലെ വീരനായകൻ തച്ചോളി ഉദയനനെയാണ്. ഉദയനന്റെ ശ്വാസവും ആവേശവുമായിരുന്നു ലോകനാർക്കാവിലമ്മ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തെക്കൻ കേരളത്തിലെ കൊല്ലം നഗരത്തിൽ നിന്ന് ഒരു കൂട്ടം പ്രബലരായ വ്യാപാരികൾ കച്ചവടത്തിനായി വടക്കൻ മലബാറിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ അവർ തങ്ങളുടെ കുലദേവതയായ ഭഗവതിയെ ഒരു മനോഹരമായ വിഗ്രഹത്തിൽ ആവാഹിച്ച് കൂടെ കരുതിയിരുന്നു. ദീർഘദൂര യാത്രയ്ക്കൊടുവിൽ അവർ വടകരയിലെ മനോഹരമായ ഈ കുന്നിൻപുറത്ത് വിശ്രമിക്കാനായി ഇരുന്നു. യാത്ര തുടരാൻ നേരത്ത് അവർ വിഗ്രഹമുയർത്താൻ ശ്രമിച്ചെങ്കിലും അതവിടെ ഉറച്ചുപോയതായി കണ്ടു. എത്ര ശ്രമിച്ചിട്ടും വിഗ്രഹം ഇളകിയില്ല. ഭഗവതിക്ക് ഈ പ്രദേശം ഇഷ്ടമായെന്നും ഇവിടെ കുടികൊള്ളാനാണ് ദേവി ആഗ്രഹിക്കുന്നതെന്നും അവർ മനസ്സിലാക്കി. അങ്ങനെ ആ കച്ചവടക്കാർ അവിടെ തന്നെ താമസമുറപ്പിക്കുകയും ദേവിക്കായി ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു. ഇവർ പിൽക്കാലത്ത് വാണിയർ എന്നറിയപ്പെട്ടു. ഒരേ വളപ്പിൽ തന്നെ ദുർഗ, ശിവൻ, വിഷ്ണു എന്നീ 3 പ്രധാന പ്രതിഷ്ഠകളുണ്ട്. ഇതിൽ ദുർഗാഭഗവതിക്കാണ് പ്രാധാന്യം. ഇന്നും കളരിപ്പയറ്റിലെ പല ചടങ്ങുകളും ഇവിടെ നടത്താറുണ്ട്. നവാഗതരായ അഭ്യാസികൾ തങ്ങളുടെ ആയുധങ്ങൾ ഭഗവതിക്ക് സമർപ്പിച്ച് അനുഗ്രഹം തേടാറുണ്ട്. കൊല്ലം ഭാഗത്തുനിന്ന് കച്ചവടത്തിനായി കുടിയേറിയ ഒരു കൂട്ടം വ്യാപാരികളാണ് ലോകനാർക്കാവ് ക്ഷേത്രത്തിനു പിന്നിലെന്നാണ് ചരിത്രവും ഐതിഹ്യവും പറയുന്നത്. അവർ തങ്ങളുടെ കൂടെ കുലദേവതയായ ഭഗവതിയെയും ആവാഹിച്ചു കൊണ്ടുവന്നു. അവർ വന്നിറങ്ങിയ ഇടമാണ് പിന്നീട് ലോകനാർക്കാവായി മാറിയത്. വടക്കൻ പാട്ടുകളിലെ വീരനായകനായ തച്ചോളി ഉദയനന്റെ പരദേവതയായിരുന്നു ലോകനാർക്കാവിലമ്മ. ഉദയനൻ ഏതൊരു പോരാട്ടത്തിനു പോകുന്നതിനു മുൻപും ഈ ക്ഷേത്രത്തിലെത്തി അനുഗ്രഹം വാങ്ങുമായിരുന്നു. ഉദയനന്റെ വീരഗാഥകളിൽ ഈ ക്ഷേത്രത്തിന് വലിയ സ്ഥാനമുണ്ട്. ലോകമലയാർക്കാവ് എന്ന വാക്കിൽ നിന്നാണ് ലോകനാർക്കാവുണ്ടായതെന്ന് കരുതപ്പെടുന്നു. വൃശ്ചികമാസത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിക്കുന്ന വിളക്ക് കാണാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ലോകനാർക്കാവിൽ കാണുന്ന മനോഹരമായ ചുവർച്ചിത്രങ്ങൾ കേരളീയ ക്ഷേത്രകലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. സാധാരണയായി ക്ഷേത്രം ഭക്തർക്കായി തുറന്നിരിക്കുന്നത് ഈ സമയങ്ങളിലാണ്. രാവിലെ 5 മണി മുതൽ 11 മണിവരെയാണ്. വൈകുന്നേരം 5 മണി മുതൽ 8 മണിവരെയും തുറക്കും. വൃശ്ചികമാസത്തിലെ മണ്ഡലവിളക്ക് കാലത്തും മീനമാസത്തിലെ പൂരത്തിനും നട നേരത്തെ തുറക്കുകയും ദർശനത്തിന് കൂടുതൽ സമയം അനുവദിക്കുകയും ചെയ്യാറുണ്ട്. പുതിയ കളരികൾ തുടങ്ങുന്നവരും ആയുധപൂജ നടത്തുന്നവരും സാധാരണയായി പ്രഭാതപൂജയ്ക്ക് ശേഷമാണ് എത്താറുള്ളത്.